നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കാറുണ്ടെങ്കിലും വാട്സപ്പിൽ പലപ്പോഴും അപ്ഡേറ്റുകൾ വരുന്നത് നമ്മൾ അറിയാറില്ല. പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പുതിയ ഫീച്ചറുകളും ഓരോ അപ്ഡേറ്റിനും കൃത്യസമയത്ത് ലഭിക്കും. പല ആളുകളും അപ്ഡേറ്റ് വരുന്നത് അറിയുകയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പുതിയൊരു ഫീച്ചറാണ്. ആ ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്തോളും. നമ്മളൊന്നും പ്രത്യേകിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഫീച്ചർ ഏതാണ് നോക്കാം. വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യാം. സെറ്റിങ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആപ്പ് അപ്ഡേറ്റ്സ് എന്നൊരു ഫീച്ചർ. ഇത് പുതിയ ഫീച്ചറാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക. ആപ്പ് അപ്ഡേറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 ഓപ്ഷൻ എനേബിൾ ആയിട്ട് കാണും. നിങ്ങളുടെ ഫോണിൽ എനേബിൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഏറ്റവും മുകളിൽ നമുക്ക് ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫീച്ചറാണ് ഇത്. നിങ്ങൾ എനേബിൾ ചെയ്താൽ നിങ്ങളുടെ വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റുള്ള സമയത്ത് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യും. അതിന് രണ്ടാമത്തെ നമുക്ക് അപ്ഡേറ്റ് വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കും. വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ 2 ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്താൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എനേബിൾ ചെയ്ത് വെക്കുക. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും ആദ്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ അപ്ഡേറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ ടെക്നോളജികളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.